മിക്ക ദിവസം ഉച്ചയ്ക്ക് ചോറിന് സമയത്തായിരിക്കും എൻ്റെ മോള് വിളിക്കട്ടെ. എന്നിട്ട് ചോദിക്കും എന്താ അവിടെ കറി ഒന്ന് കാണിച്ചെന്നേ, അവിടെ എന്താ സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കിയേക്കണത് എന്ന്. ഇവിടെ എന്താന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവളോട് തിരിച്ചു ചോദിക്കും അവിടെ എന്താ കറിയും ചോദിക്കും. അവൾ അവിടെ പറയുന്നത് ഒരു വെള്ളം പോലത്തെ കറി എന്നാ പറയാം. അപ്പോൾ ഞാൻ ചോദിക്കും സാമ്പാറാണോ മോരുകറിയാണോ? അല്ല അതല്ല, വെള്ളം പോലത്തെ കറി. അതിലെന്താ കഷ്ണങ്ങളൊന്നുമില്ല, വെറും വെള്ളം പോലത്തെ കറി എന്നാ പറയണത്. അപ്പോൾ ഒരുവിധ ഹോസ്റ്റലിലൊക്കെ ഇങ്ങനത്തെ ഫുഡാന്ന് തന്നെയാണ് എല്ലാവരും പറയണത്. അവൾ വന്ന് പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും അച്ചാറോ ഉപ്പിലിട്ടതോ അല്ല ചമ്മന്തിപ്പൊടിയൊക്കെ കൊടുത്തേക്കാറുണ്ട്. 2-3 വട്ടം വന്നിട്ട് അവൾക്കൊന്നും കൊണ്ടുപോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. കൊണ്ടുപോകാൻ പറഞ്ഞാൽ അത് വേണ്ടാന്ന് പറയും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ കുറച്ച് കൊണ്ടുവരുന്നു, അച്ചാർ കൊണ്ടുവരുന്നു, ഉപ്പിലിട്ടതോ ചമ്മന്തി എന്തെങ്കിലും കൊണ്ടുവരുന്നു അമ്മ എന്ന് അവിടെ ചെന്നതിന് ശേഷമാണ് പറയുക. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തീരുമാനിച്ചതാണ്, എന്തായാലും ഇവളെ ഞാനൊരു കവർ സാധനങ്ങളായിട്ട് ഞാൻ പറഞ്ഞേക്കുള്ളൂ. അപ്പോൾ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അത് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് മുളക് ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചു. അത് പോരാന്ന് തോന്നിയപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് മുളക് അവിടെ നിന്ന് പൊട്ടിച്ചു, അതും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കൊട്ടത്തേങ്ങ ഉണ്ടായിരുന്നു, അത് നല്ല ചമ്മന്തി പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉണക്ക ചെമ്മീനുണ്ട്, ഉണക്ക ചെമ്മീനൊക്കെ ഒന്ന് തലയും വാലൊക്കെ നുള്ളിയിട്ട് അതൊക്കെ ഒന്ന് വറുത്ത് കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവളിപ്പോൾ വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഉണ്ണിയപ്പം വേണമെന്നുള്ളത്. അപ്പോൾ അതും കൂടിയിട്ട് തലേ ദിവസം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ പൊട്ടിച്ചിട്ട് ഉപ്പിലിട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ച് സുർക്ക ഒഴിച്ചിട്ടുണ്ട്, വെള്ളം തിളപ്പിച്ചിട്ട് അവിടെ പോയിട്ട് ഒഴിച്ചോളാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ടാപ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ അമ്മാമ്മ കുറച്ച് എന്താ പറയുക അണ്ടിയുണ്ട ഉണ്ടാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൊണ്ടുപോകേണ്ട ആൾ എല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ അതുപോലെ ഒരു കവറിൽ വെച്ചേക്കുന്നുണ്ട്. കവറിൽ വെച്ച് കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോകാണ്ട് ശരിക്കും പിടിക്കാമല്ലോ. അപ്പോൾ പിന്നെ അത് ആൾ റെഡി ആയിട്ടുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഒരു കവർ സാധനങ്ങൾ ഇത് റെഡി ആയിട്ട് എല്ലാം ആക്കി കൊടുത്തേക്കുണ്ടെങ്കിലും പോണ സമയം നമുക്കൊരു വിഷമം തന്നെ കേട്ടോ.